എം ടി സ്പേസ് എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി എഴുത്തുകാരി എച്ചുമുക്കുട്ടി. പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളിൽ എന്താണ് പ്രശ്നമെന്ന് കുടുംബം വ്യക്തമാക്കിയ ശേഷം പിൻവലിക്കണമോ തിരുത്തണോ എന്ന് തീരുമാനിക്കാവുന്നതാണെന്ന് എച്ചുമുക്കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ എം ടി വാസുദേവൻ നായരുടെ മക്കൾ രംഗത്തെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രതികരണം. എം ടി വാസുദേവൻ നായരെ കുറിച്ചല്ല, എം ടിയുടെ ആദ്യ ഭാര്യ പ്രമീള നായർ എന്ന എഴുത്തുകാരിയെക്കുറിച്ചാണ് പുസ്തകം പറയുന്നതെന്ന് എഴുത്തുകാരി ദീദി ദാമോദരനും പ്രതികരിച്ചിരുന്നു. നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. പ്രമീള നായരെ കുറിച്ച് എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പ് പോലെയുള്ള ഒരു ചെറിയ ഭാഗമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എം ടിയുമായിട്ട് അവർക്ക് ഒരു ദാമ്പത്യ ബന്ധമുണ്ടായിരുന്നു കുറച്ചു കാലം. ആ ബന്ധം കൊണ്ട് അവരെ ഓർമ്മിക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ള രീതിയിലുള്ള അവരുടെ ജീവിതവും എൻ്റെ ജീവിതവും തമ്മിൽ കുറേ സാമ്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് ഞാനൊരു ഓർമ്മക്കുറിപ്പ് എഴുതിയതാണ്. അവർ പറയട്ടെ എവിടെയാണ് ഞാൻ അവരെ വേദനിപ്പിച്ചത് എന്നവർ പറയട്ടെ. അതിനുശേഷം അല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. അവരെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം എനിക്ക് അവരെയൊന്നും അറിയില്ല. എം ടിയെ സംബന്ധിക്കുന്ന പുസ്തകമല്ല ഇത്. പ്രമീള നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ ട്രാൻസ്ലേറ്റർ ആയിരുന്നു, അവർ എഴുത്തുകാരിയായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ എങ്ങനെയാണ് ബാഷ്പീകരിക്കപ്പെടുന്നത് എന്ന് ഞാൻ ഫെമിനിസ്റ്റ് ഒബ്സർവേഷൻ നടത്തുന്ന ഒരാളാണ്. ഞാനത് മാത്രമേ എൻ്റെ അകത്ത് നടത്തിയിട്ടുള്ളൂ. ഒരു ചെറിയ കാലത്ത് അവർക്കൊരു ദാമ്പത്യം ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ, അത് ആരോ ആയിട്ട് കൂടെ ഉള്ള ദാമ്പത്യം ആവട്ടെ, അതിൻ്റെ പേരിൽ അവരെഴുതിയതും അവർ ജീവിച്ച ജീവിതവും ഒക്കെ റദ്ദായി പോവുക എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ അന്ന് തന്നെ സിതാരച്ചയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ഒരു കോതർ ചെയ്യുന്ന ഒരു പുസ്തകമുണ്ട്, അത് എൻ്റെ മെൻറ്ററായിട്ടുള്ള ഇങ്ങനെ ഒരു സ്ത്രീ, ഒബ്ലീവിയനിലുള്ള ഒരു സ്ത്രീയെ പറ്റിയാണ്. എൻ്റെ മെൻറ്ററായിട്ടുള്ള പ്രമീള നായരെ കുറിച്ചാണ്, നിങ്ങളുടെ അമ്മയെക്കുറിച്ചല്ല. ആൻഡ് ദ നെയിം ഹാപ്പൻസ് ടു ബി പ്രമീള നായർ എന്ന് പറഞ്ഞു. നമുക്കിപ്പം സുനിഷ ഏലൂരും ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്. സുനിഷയാണ് ഇപ്പോൾ എച്ചുമുക്കുട്ടിയുമായി സംസാരിച്ചത്. നേരത്തെ ദീദി ദാമോദരന്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. സുനിഷ, ഷഹദ്, ഇതിൽ സുനിഷ അറിയേണ്ട ഒരു കാര്യം, ഈ സിതാരയാണെങ്കിലും ശരി, അശ്വതി ആണെങ്കിലും ശരി, പുസ്തകത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിയിട്ടാണോ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്? എച്ചുമുക്കുട്ടിയും ദീദി ദാമോദരനും പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതിൽ എവിടെയാണ് അവർക്ക് വിയോജിപ്പ് ഉള്ളത് എന്നവർ പറഞ്ഞാൽ അത് ആ വിയോജിപ്പുള്ള ഭാഗമാണെങ്കിൽ, അത് അവാസ്തവമാണെങ്കിൽ അത് നീക്കം ചെയ്യാൻ എച്ചുമുക്കുട്ടി തയ്യാറാണ് എന്നാണോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്? സുനിഷ, അരുൺ പറഞ്ഞതുപോലെ എച്ച്.ബി. ഇപ്പോൾ പറയുന്നത്, അതായത് ഈ എഴുത്തുകാർ ഇവർ രണ്ടുപേരും കണ്ട ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെയാണ് ഇത്തരത്തിലൊരു എഴുത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്ന പേരിൽ ഇത് വരികയും ചെയ്തിരിക്കുന്നത്. അതിൽ ചില അനുഭവങ്ങൾ പറയുന്നുണ്ട്. സ്വാഭാവികമായും പ്രമീള നായർ അനുഭവിച്ച ഈ കാലഘട്ടത്തിലെ ചില കാര്യങ്ങൾ, അന്ന് അനുഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വേദനിപ്പിച്ചു എന്നുള്ളതാണ് എം ടി വാസുദേവൻ നായരുടെ മക്കൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എച്ച്.ബി. എഴുത്തുകാരി പറയുന്നത്, അങ്ങനെയെങ്കിൽ ഏത് ഭാഗമാണ് വേദനിപ്പിച്ചത് എന്ന് പറയാൻ അവർ തയ്യാറാണോ എന്നുള്ളതാണ്. ഏത് ഭാഗത്താണ് പ്രശ്നമെന്ന് പറയുകയാണെങ്കിൽ അതിനുശേഷം ആ ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുത്തണമോ അല്ലെങ്കിൽ പിൻവലിക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്നുള്ളതാണ് എഴുത്തുകാരി എച്ച്.ബി. അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചപ്പോഴും പറഞ്ഞത്. അതായത് സ്വാഭാവികമായും തിരസ്കരിക്കപ്പെട്ട ഒരാളുടെ കഥ അത് തന്റെ ജീവിതത്തോട് കോർത്തിണക്കാൻ പറ്റുന്ന കാര്യമായതുകൊണ്ടാണ് താൻ പ്രമീള നായരോടുള്ള ഇഷ്ടവും അവരുടെ അനുഭവങ്ങളും തന്നോടുകൂടി യോജിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അത്തരമൊരു പുസ്തകം എഴുതുന്നതിലേക്ക് ആലോചിച്ചതും അത്തരമൊരു പുസ്തകത്തിലേക്ക് എത്തിയതും എന്നുള്ളതാണ് എച്ച്.ബി. പറയുന്നത്. അതുകൊണ്ടാണ് അത്തരമൊരു എഴുത്തിലേക്ക് പോയത്. അല്ലാതെ സ്വാഭാവികമായും ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്നൊരു ഉദ്ദേശം ഇതിന് പിന്നിലില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും സിത്താരയോ അശ്വതിയോ ഒന്നും തനിക്ക് നേരിട്ട് അറിയുന്ന ആളുമല്ല. അതുകൊണ്ട് തന്നെ അവരെ വേദനിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ പ്രമീള നായരോട് ഇഷ്ടമുണ്ടായിരുന്നു. അവരുടെ എഴുത്തുകൾ പുറത്തേക്ക് എത്താത്തത്, അല്ലെങ്കിൽ അവരുടെ ആ കഥകളെല്ലാം തന്നെ അറിയണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിന്റെ പുറത്തെഴുതിയതാണ് ഈ കഥ എന്നുള്ളതാണ്. ഏതായാലും അതുകൊണ്ട് ഈ പറയുന്നത് പോലെ എവിടെയാണ് തെറ്റിയെന്ന് പറഞ്ഞാൽ അത് തിരുത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാമെന്നുള്ളത് തന്നെയാണ് എഴുത്തുകാരുടെ തീരുമാനം. അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് നിലവിൽ ഇപ്പോൾ എച്ച്.ബി. നമ്മളോട് നടത്തിയിരിക്കുന്നത്. അരുൺ, ഓക്കെ, ഞാനൊന്ന് ഷഹദിലേക്ക് കൂടി പോയി വരാം. ഷഹദ്, ഒരു മേശയ്ക്ക് ചുറ്റും ദീദി ദാമോദരനും എച്ചുമുക്കുട്ടിയും സിതാരയും അശ്വതിയും ഇരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഉള്ളടക്കം കാണാതെയാണോ അശ്വതിയും സിതാരയും ഇങ്ങനൊരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്, പുസ്തകം പിൻവലിക്കണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ഷഹദ്,
ഡോക്ടർ അരുൺ, ഈ വിഷയത്തിൽ നമ്മൾ ഇന്നലെ തന്നെ അശ്വതിയോട്, അതായത് അശ്വതി ഇന്നലെ നമുക്ക് പ്രതികരണം തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ നമ്മൾ ദീദി ദാമോദരന്റെ പ്രതികരണം എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഉള്ളടക്കം എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ട് ധാരണയുണ്ടോ എന്ന കാര്യം. അപ്പോൾ പറഞ്ഞത്, അതായത് ഈ പുസ്തകത്തിൽ പറയുന്ന അത്രയും കാര്യങ്ങൾ, അതായത് വായിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടില്ല. അതേസമയത്ത് ഈ പുസ്തകത്തിൽ പറയുന്ന അത്രയും കാര്യങ്ങൾ അത് വാസ്തവ വിരുദ്ധമാണ്, തന്നെയും തൻ്റെ കുടുംബത്തെയും ഒപ്പം തന്നെ ഭാവിയിലെ, അതായത് ഞങ്ങളുടെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെയും മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഉള്ളടക്കം എന്നുള്ള കാര്യമാണ് ഇന്നലെ അശ്വതി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. KC വേണുഗോപാൽ മാധ്യമ